നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണല്ലേ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് 2025 ഫെബ്രുവരിയിൽ അല്ലേ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത് ഞാൻ കഴിഞ്ഞ വീഡിയോസ് ചോദിച്ചിരുന്നു അല്ലേ. അതിൻ്റെ ഉത്തരം പല കൂട്ടുകാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? എൻ്റെ ഒരു ഓർമ്മയിൽ ശ്രീഷ്മ, പിന്നെ സുജ, പിന്നെ അതുപോലെ തന്നെ ആരൊക്കെയാണ് പല കൂട്ടുകാരും കമൻറ്റ് ചെയ്തിരുന്നത് ഫിലിപ്പൈൻസ് ആയിരുന്നു അല്ലേ. ഫിലിപ്പൈൻസ് ആണ് ശരിയായിട്ട്. ഫിലിപ്പൈൻസ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും പഠിക്കുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നറിഞ്ഞത് വളരെ സന്തോഷം. ഇനി അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ പഠിച്ചു വെച്ചോ. അരിയുടെ വില നിയന്ത്രിക്കാൻ 2025 ഫെബ്രുവരിയിൽ ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ എന്താണ്? ഭക്ഷ്യസുരക്ഷാ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് ഫിലിപ്പൈൻസ് ആണ്. ഇവിടെയാണ് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ലേ? യെസ്. എങ്കിൽ എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. 2025 ലോകകപ്പ് ചെസ്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? എല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും അല്ലേ. നിങ്ങൾ എന്താക്കുക? നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങൾ ഒരാൾ കമൻറ്റ് ഇട്ടാലും അതിന് ഉത്തരം കമൻറ്റ് ഇട്ടാലും എന്താണ് മറ്റിൽ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്താക്കും? തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് ക്വസ്റ്റ്യൻ? 2025 ലോകകപ്പ് ചെസ്സിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? എപ്പോഴാണ് നടക്കുന്നത്? ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെയാണ് ചെസ് ലോകകപ്പ് നടക്കുന്നത് അല്ലേ. ഒക്ടോബർ 31 മുതൽ നവംബർ 27 വരെയാണ്. വേദി ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ എന്താക്കുക? വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം വലിച്ചിട്ട് പറയുന്നില്ല. യെസ്. അപ്പം ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? ആരാണ്? നമുക്കറിയാം ശാരദാ മുരളീധരനാണ് അല്ലേ. ശാരദാ മുരളീധരനാണ്. മനസ്സിലായോ? ആരാണ്? ശാരദാ മുരളീധരൻ. അപ്പം കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ. എൻ്റെ ചോദ്യം ഇതാണ്. ചിലപ്പോൾ PSC പ്രസ്താവന രീതി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. ഒരു 2 പ്രസ്താവന ഞാൻ പറയാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. എൻ്റെ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഓക്കെ അല്ലേ? യെസ്. 49ാമത് ചീഫ് സെക്രട്ടറിയാണ് ആര്? നമ്മുടെ ശാരദാ മുരളീധരൻ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? കേരള ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന അഞ്ചാമത്തെ വനിതയാണ് ആര്? ശാരദാ മുരളീധരൻ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കുക? ഈ 2 പ്രസ്താവനകളെയും അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ, അതായത് ശരിയാണോ തെറ്റാണോ? PSC ഇങ്ങനെയായിരിക്കും ചോദിക്കുക. കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ശരിയാണോ ചോദിക്കും. ഇപ്പൊ 3 പ്രസ്താവന. 49ാമത് ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ ശരിയാണോ ചോദിക്കും. എങ്കിൽ കേരള ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന 5ാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ എന്ന് പറഞ്ഞാലോ അതും ശരിയാണ്. ഈ 3 പ്രസ്താവനകളും എന്താണ് കൂട്ടുകാരെ? ശരിയാണ്. ഓർത്തു വെച്ചോ. എന്താണ്? ശാരദാ മുരളീധരൻ കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയാണ്. കേരള ചീഫ് സെക്രട്ടറി പദവി വഹിക്കുന്ന 5ാമത്തെ വനിതയാണ് ശാരദാ മുരളീധരൻ. എങ്കിൽ ആരൊക്കെയാണ്? പത്മ രാമചന്ദ്രൻ, അതുപോലെ തന്നെ നില ഗംഗാധരൻ, അതുപോലെ തന്നെ ലിസി ജേക്കബ്. ഇനിയോ നളിനി നെറ്റോ. PSC പ്രസ്താവന രീതി ഇത്തരത്തിലായിരിക്കും. പ്രസ്താവന രീതിയൊക്കെ PSC വരുന്നത്. ഓക്കെ അല്ലേ? ഇപ്പം അവസാനത്തത് 5ാമത്തെ വ്യക്തിയാണ് ആര്? ശാരദാ മുരളീധരൻ. ഇനി നമ്മുടെ ഈ ശാരദാ മുരളീധരന്റെ പ്രത്യേകത എന്താണ്? 48ാമത് ചീഫ് സെക്രട്ടറി ആയ ആരായിരുന്നു? വി വേണു അല്ലേ. കേരളത്തിന്റെ 48ാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വി വേണുവിന്റെ ഭാര്യയാണ് ആരുടെ? നമ്മുടെ ശാരദാ മുരളീധരൻ എന്നും കൂടി ഓർത്തു വെക്കുക. PSC ചിലപ്പോൾ ചോദിക്കാം 48ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? അത് വി വേണുവാണ്. 48ാമത് ചീഫ് സെക്രട്ടറി ആയ വി വേണുവിന്റെ ഭാര്യയാണ് കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യൻ. ഓക്കെ,
മനസ്സിലായില്ലടാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ്സൊക്കെ കാണാൻ വളരെ സന്തോഷം. കഴിഞ്ഞ വീഡിയോ ഞാൻ തിരക്കായിരുന്നു, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മറുപടി ഞാൻ എന്താക്കാം തരാം. ഈ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എന്താക്കാം കമൻറ്റ് തരാം. ഓക്കെ അല്ലേ, റിപ്ലൈ തരാം. ഓക്കെ അല്ലേ, യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2024 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കൂട്ടുകാരെ? യെസ്, ആർ രാമചന്ദ്രൻ നായർ. ആരാണ്? ആർ രാമചന്ദ്രൻ നായർ. ഓക്കെ അല്ലേ, യെസ്. ഇനി എത്രയാണ് വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക? 1,11,111 രൂപയാണ് ഏത് നമ്മുടെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക. 1,11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം. ഓക്കെ അല്ലേ, മനസ്സിലായോ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2024 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ചോദിച്ചാൽ പറയണം. എത്രയാണ്? ഇത് PSC ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. എത്രയാണ്? യെസ്, ഓപ്ഷൻ ഡി 159. എത്രയായിരുന്നു? 159. ഓക്കെ അല്ലേ. 2024 159 സ്ഥാനത്താണെങ്കിൽ എൻ്റെ ചോദ്യം 2023 ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 2023 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 161 ആയിരുന്നു. അതിൻ്റെ 161 159 ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. യെസ്. എങ്കിൽ 2024 ലോക സന്തോഷ സൂചികയിൽ എന്താണ്? ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 എത്രയാണ്? 126 ആണെന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായോ? എങ്കിൽ 2024 തന്നെ എന്താണ് ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് കൂട്ടുകാരെ? യെസ്, 116. എത്രയാണ്? 116. മനസ്സിലായോ? എങ്കിൽ 2024 തന്നെ രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചിക രാജ്യാന്തര ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 42 ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്നതാണ്. ഓർത്തു വെക്കണേ. മനസ്സിലായോ? യെസ്. ഇനി എന്തെങ്കിലും നിങ്ങളെ എന്താണ് നിങ്ങളുടെ ഭാഗത്തും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും എന്താണ് ഇത്തരത്തിൽ സൂചിക പ്രകാരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സംഭാവനകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ചോദ്യങ്ങളും അതുപോലെ തന്നെ ഉത്തരങ്ങളും എന്താക്കുക ഈ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി അല്ലെങ്കിൽ കമ്പൈൻ സ്റ്റഡി എന്ന രീതിയിൽ എല്ലാ കമൻറ്റ്സും വായിക്കുമ്പോൾ നമുക്ക് കുറേ അറിവ് കിട്ടും അല്ലേ. എല്ലാവരും ഇത്തരത്തിൽ ടൈപ്പ് ചെയ്തിട്ടാൽ നമുക്ക് കൂടുതൽ അറിവ് ഈ കമൻസിൽ എൻ്റെ ക്ലാസ്സിന് പുറമെ കമൻസിലൂടെ നമുക്ക് ഒരു കമ്പൈൻ സ്റ്റഡി വേണമെങ്കിൽ രൂപപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നെല്ലാം GK ഇംഗ്ലീഷോ മാത്സോ എന്ന് വേണ്ട നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അറിയുന്നത് അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. യെസ്. അപ്പം ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? 2025 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ PSCയുമായി റിലേറ്റഡ് ചെയ്ത ക്വസ്റ്റ്യൻസും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. യെസ്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചർച്ച ചെയ്തത് ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 159. എങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? 159 പറഞ്ഞൂലേ. 161 എന്താ പറഞ്ഞത്? 161. മനസ്സിലായോ? പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2023 ലോക പത്രമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ എത്രയായിരുന്നു? 161 അല്ലേ. 126 നമ്മൾ എന്താ പറഞ്ഞേ? നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ? 126. യെസ്. ലോക സന്തോഷ സൂചികയിൽ
ഇന്ത്യയുടെ സ്ഥാനമാണ് 126. സമാധാന സൂചികയിൽ 116. 2024 രാജ്യാന്തര ഭൗതിക സ്വത്തവകാശ സൂചികയിലാണ് ഇത് 42. മനസ്സിലായോ കിട്ടുന്നില്ലേടാ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും കുറവുകളുണ്ടോ? യെസ്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടുക. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ് കൂട്ടുകാരെ? യെസ്, ആര്യാന സബലങ്കി അല്ലേ? ആര്യാന സബലങ്കിയാണ്. യെസ്. ഇനി 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവും ആര് തന്നെയാണ്? യെസ്, ഇതാണ് ആര്യാന സബലങ്ക. ബലാറസ്കാരിയായ ആര്യാന സബലങ്കയാണ് ഏത് 2023 ജേതാവ്. ഓക്കെ അല്ലേ? യെസ്. ഇനി 2024 US ഓപ്പണോ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് പറഞ്ഞത് അല്ലേ? ഇനി 2024 എന്താണ് 2024 US ഓപ്പൺ 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് ആര് തന്നെയാണ്? യെസ്, ആരാണ്? ആര്യാന സബലങ്ക തന്നെയാണ്. ആരാണ്? ആര്യാന സബലങ്ക തന്നെയാണ്. 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതും ആര്യാന സബലങ്ക തന്നെയാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏതാ ഫ്രഞ്ച് ഓപ്പൺ തുടർച്ചയായി 3 തവണ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? പോളണ്ടിന്റെ ഇഗാ സ്വിയാടെക് ആണെന്ന് ഓർത്ത് വെക്കുക. എന്താണ് ഫ്രഞ്ച് ഓപ്പൺ തുടർച്ചയായി 3 തവണ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? പോളണ്ടിന്റെ ഇഗാ സ്വിയാടെക് ആണ്. ആരാണ്? ഇഗാ സ്വിയാടെക് ആണ്. ഓക്കെ അല്ലേ? ഇഗാ സ്വിയാടെക് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിച്ചെന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവാരാണ്? അത് നമ്മുടെ ആര്യാന സബലങ്കയാണ്. 2023 ആര് തന്നെയായിരുന്നു? ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ജേതാവും ആര് തന്നെയായിരുന്നു? നമ്മുടെ ആര്യാന സബലങ്ക തന്നെയായിരുന്നു. ബലാറസ് കാര്യമാണ് ആര്? യെസ്, ആര്യാന സബലങ്ക എന്ന് ഓർത്ത് വെക്കുക. എങ്കിൽ 2024 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സബലങ്ക. ആരാണ്? ആര്യാന സബലങ്ക തന്നെയാണ്. ആര്യാന സബലങ്ക. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, മനസ്സിലായോ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ദേശീയ കുഷ്ഠരോഗ നിവാരണത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? ദേശീയ കുഷ്ഠരോഗ നിവാരണത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരെന്താണ്? അതിനു മുന്നേ നിങ്ങൾ ചോദിക്കും, എന്നാടാ ഈ കുഷ്ഠരോഗ നിവാരണ ദിനം? ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് കൂട്ടുകാരെ. യെസ്, ജനുവരി 30 അല്ലേ? ഓർത്തു വെച്ചോ, ദേശീയ കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാണ് ജനുവരി 30. എങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ദേശീയ കുഷ്ഠരോഗ നിവാരണത്തോടനുബന്ധിച്ച് കുഷ്ഠരോഗം കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിന്റെ പേരാണ് ഇത് സ്പർശ്. എന്താണ് കൂട്ടുകാരെ? ഓപ്ഷൻ എ സ്പർശാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേ? എങ്കിൽ PSC എത്രയോ തവണ ചോദിച്ചതാണ് നമ്മുടെ സ്പെക്ട്രം എന്തെന്ന് ചോദിച്ചു. എന്താണ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ? സ്പെക്ട്രം ഓട്ടിസം അല്ലേ? ഓട്ടിസവുമായി ബന്ധപ്പെട്ടതാണ് സ്പെക്ട്രം. ഓട്ടിസം മനസ്സിലായോ? ഓട്ടിസം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. ഓട്ടിസം ഞാൻ ജസ്റ്റ് എന്താണ് ഒരു ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഓട്ടിസം. എന്താണ് സ്പെക്ട്രം? ഞാൻ പറയാം. ഓട്ടിസം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം അല്ലേ? സ്പെക്ട്രം എന്താണ്? നമ്മുടെ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. മനസ്സിലായോ? യെസ്. എങ്കിൽ ആർദ്രം മിഷൻ ഏതാണ്? ആർദ്രം മിഷൻ എത്രയോ തവണ ചോദിച്ചാണ് ആർദ്രം മിഷൻ അല്ലേ? എന്താണ് ആർദ്രം മിഷൻ? നമ്മുടെ അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആർദ്രം മിഷൻ അല്ലേ? എന്താണ്? അടിസ്ഥാന സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ആർദ്രം മിഷൻ എന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായോ?
യെസ്, അപ്പം ഇത്രയും ചോദ്യങ്ങളാണ്, ചെറിയ വീഡിയോ ആണ് എന്താണോ, എന്നാലും കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പി എസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഞാൻ പറഞ്ഞ കണക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതൊരു ബൈ, സി യു.